നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി മദ്യനയ അഴിമതി കേസ് ജാമ്യം തേടി കേജ്രിവാൾ വിചാരണ കോടതിയിൽ. വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം വിലക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റാഫ ആക്രമണം, മെക്സിക്കോയിലെ ഇസ്രായേൽ എംബസിക്ക് തീയിട്ട് പ്രതിഷേധക്കാർ. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസ് കുറ്റങ്ങളെല്ലാം നിലനിൽക്കും, പ്രതിയുടെ വിടുതൽ ഹർജി തള്ളി കോടതി. നോർവേ ചെസ് കാൾസനെതിരെ പ്രജ്ഞാനന്ദയ്ക്ക് ചരിത്ര ജയം, ക്ലാസിക്കൽ ചെസ്സിൽ പുതുചരിത്രം. വാർത്തകൾ വിശദമായി. മദ്യനയ അഴിമതി കേസിൽ സ്ഥിരം ജാമ്യം തേടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയെ സമീപിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കോടതി കേസ് പരിഗണിക്കുമെന്നാണ് വിവരം. ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ അപേക്ഷ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രജിസ്ട്രി സ്വീകരിച്ചിരുന്നില്ല. സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചതിനാൽ അപേക്ഷ സ്വീകരിക്കാനാകില്ലെന്നായിരുന്നു അപേക്ഷ നിരസിച്ചുകൊണ്ട് രജിസ്ട്രി വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെയാണ് കെജ്രിവാൾ വിചാരണ കോടതിയിലെത്തിയത്. റൌസ് അവന്യൂ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഇല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 2 തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത്. ഈ ഉത്തരവിൽ സ്ഥിരം ജാമ്യത്തിന് കെജ്രിവാളിന് വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിചാരണ കോടതിയെ സമീപിക്കാതെ ഇടക്കാല ജാമ്യം നീട്ടുന്നതിന് സുപ്രീം കോടതിയിൽ കെജ്രിവാൾ സമർപ്പിച്ച അപേക്ഷ നിയമപരമായി നിലനിൽക്കില്ല എന്നായിരുന്നു രജിസ്ട്രിയുടെ നിലപാട്. ഇടക്കാല ജാമ്യം നീട്ടണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം അടിയന്തരമായി കേൾക്കണമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി നേരത്തെ അവധിക്കാല ബെഞ്ചിന് മുമ്പാകെ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തീരുമാനം എടുക്കുമെന്നായിരുന്നു അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കിയത്. ED അറസ്റ്റ് ചെയ്ത നടപടി ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി വിധി പറയാനായി സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചില പരിശോധനകൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഡൽഹി മദ്യനയ കേസിൽ മാർച്ച് 21 ED അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മെയ് 10 സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL 1.72 കോടി രൂപ നൽകിയെന്നാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും CMRLൽ മൈനോറിറ്റി ഷെയർ ഹോൾഡറുമായ ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നത്. വിഷയത്തിൽ SFI അന്വേഷണം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് TR രവി ഹർജി തീർപ്പാക്കിയത്. എക്സാലോജിക് CMRL കേസിൽ ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ജനുവരി 31 കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതേസമയം CMRLും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ തങ്ങൾക്കെതിരെയും SFIO അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ഹൈക്കോടതി ജൂലൈ 15 പരിഗണിക്കാൻ മാറ്റി. നിലവിൽ വിവാദമായിട്ടുള്ള അബുദാബി ബാങ്കിന്റെ അക്കൗണ്ട് വഴി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നിവയിൽ നിന്ന് വൻ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഷോണിന്റെ ആരോപണം സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഉപഹർജിയും നിലവിലുള്ള ഹർജികൾക്കൊപ്പം നൽകിയിരുന്നു. ആദ്യം കമ്പനി നിയമത്തിലെ വകുപ്പ് 210 പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെടെയുള്ള 3 അംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണം ഏൽപ്പിച്ചത്. എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞ അന്വേഷണമാണെന്നും പകരം SFIO അന്വേഷണം വേണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനിടെ കമ്പനി നിയമത്തിന്റെ 212 വകുപ്പ് പ്രകാരം കേന്ദ്രം SFIO അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കുന്നതിനെ വിലക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മോദി ധ്യാനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമായി കണക്കാക്കാനാവില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മോദി ധ്യാനമിരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പരാതി നൽകിയിരുന്നു. ധ്യാനം വിലക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. എന്നാൽ ഈ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ
സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് CPM-ഉം രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPM തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. മോദി ധ്യാനമിരിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ രാഷ്ട്രീയ താൽപ്പര്യത്തിന് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് കത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പ് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും CPM പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കൊഴിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടോടെയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ എത്തുക. 3 ദിവസങ്ങളിലായി 45 മണിക്കൂറാണ് ധ്യാനം. പ്രധാനമന്ത്രിയുടെ വരവോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവേകാനന്ദ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയ്ക്ക് നിരോധനമുണ്ട്. 2000-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഹെലികോപ്റ്ററിന്റെ ട്രയൽ റണ്ണടക്കം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ധ്യാനമിരിക്കാൻ മോദി എത്തുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ ജൂൺ 1 വൈകിട്ട് വരെയാണ് മോദി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുക. ഇന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയാവുന്നതും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം പൂർത്തിയാകുന്നത് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനാണ് മോദിയുടെ തീരുമാനം. രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ CAA വഴി പൗരത്വം നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പശ്ചിമ ബംഗാൾ, ഹരിയാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പൗരത്വം നൽകിയത്. ബംഗാളിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാടെടുത്തിരുന്നു. ഇതിനിടയിലാണ് പൗരത്വം നൽകിക്കൊണ്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം. അപേക്ഷകർക്ക് അതത് സംസ്ഥാന എംപവേർഡ് കമ്മിറ്റിയാണ് പൗരത്വം നൽകിയതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് മുമ്പായാണ് കേന്ദ്ര സർക്കാർ നടപടി. ജൂൺ 1 അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ CAA വിഷയം സജീവ ചർച്ചയായിരുന്നു. 2019 കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇതിനുശേഷം നടപ്പാക്കാതെ മാറ്റിവെച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സർക്കാർ പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് പല കോണുകളിൽ നിന്നുണ്ടായത്. അപേക്ഷകൾ പരിഗണിക്കാൻ ജില്ലാതല സമിതിയും ഇത് പരിശോധിക്കാൻ സംസ്ഥാനതല സമിതിയും രൂപീകരിക്കാനായിരുന്നു നിർദ്ദേശം. പൗരത്വം നൽകുന്നത് സെൻസസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷനായ കേന്ദ്ര സമിതിയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനോട് സഹകരിച്ചിരുന്നില്ല. രാജസ്ഥാൻ, UP, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളുള്ളവർക്കാണ് തുടക്കത്തിൽ പൗരത്വം നൽകിയത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്കാണ് തുടക്കത്തിൽ പൗരത്വം കിട്ടിയിരിക്കുന്നത്. കൂടുതൽ അപേക്ഷക്കാർക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. മെക്സിക്കോയിലെ ഇസ്രായേൽ എംബസിക്ക് തീയിട്ട് പ്രതിഷേധക്കാർ. റാഫ ആക്രമണത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എംബസിക്ക് നേരെ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ കുപ്പി ബോംബുകൾ എറിഞ്ഞു. മുഖം മറച്ചെത്തിയ പ്രതിഷേധക്കാർ പോലീസിനെതിരെ കല്ലുകളും വലിച്ചെറിഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. മെക്സിക്കോയിലെ അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ നിലപാടിനെതിരായി മെക്സിക്കോ ചൊവ്വാഴ്ച പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ നിരത്തുകളിലേക്ക് എത്തിയത്. റഫയിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ആഗോളതലത്തിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങൾ സജീവമാവുകയാണ്. ഇസ്താംബൂളിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് വെളിയിൽ തിങ്കളാഴ്ച പ്രതിഷേധമുണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് റഫായിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേൽ ബോംബിട്ടത്. 50-ലേറെ പേരാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ ഏറിയ പങ്കും സ്ത്രീകളും വയോധികരുമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. റഫായിലെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിനെതിരെ ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൊലപാതകം, വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. പ്രതിയായ സന്ദീപ് ഫയൽ ചെയ്ത വിടുതൽ ഹർജി കോടതി തള്ളി. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ജൂൺ 6 പ്രതിയെ നേരിട്ട് ഹാജരാക്കാനും കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദ് ഉത്തരവിട്ടു. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ സന്ദീപിന് നേരത്തെ തന്നെ മാനസിക വൈകല്യം ഉണ്ടായിരുന്നുവെന്നും അതിനാൽ കുറ്റവിമുക്തനാക്കണമെന്നും വന്ദനയെ കൊലപ്പെടുത്തിയതിന് സാക്ഷികളൊന്നുമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു.
എന്നാൽ കേസിലെ വിടുതൽ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്ന രേഖകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതി തീരുമാനിക്കേണ്ടതെന്ന് 2023 സുപ്രീം കോടതി ഈ കേസിനും ബാധകമാണെന്ന് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ ചൂണ്ടിക്കാട്ടി. കൃത്യമായ തയ്യാറെടുപ്പോടെയാണ് പ്രതി ഡോക്ടർ വന്ദനയെ ആക്രമിച്ചത്. പ്രതിക്കെതിരെ കൊലപാതകവും കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും. ആശുപത്രിയിലെ ഡ്രസ്സിംഗ് മുറിയിൽ മനഃപൂർവ്വം ബഹളമുണ്ടാക്കുകയും കത്രിക കൈയിലാക്കി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. ആക്രമിക്കപ്പെട്ടവരുടെയെല്ലാം ശരീരത്തിൽ പലതവണ മുറിവേൽപ്പിച്ചത് പ്രതിയുടെ ക്രൂരമായ ഉദ്ദേശത്തെ വെളിവാക്കുന്നു. പ്രതിക്ക് ഒരുവിധ മാനസിക വൈകല്യവുമില്ല. കൊലപാതകത്തിന് ശേഷമുള്ള പ്രതിയുടെ പ്രവൃത്തികൾ അത് വെളിവാക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് അംഗീകരിച്ചാണ് പ്രതിയുടെ വിടുതൽ ഹർജി കോടതി തള്ളിയത്. പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലറിയൻ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാനെ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയും ഇടവക സമൂഹവും ജൂലൈ 13 ശനിയാഴ്ച രാവിലെ 9 തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ദേവാലയത്തിലേക്ക് സ്വീകരിക്കുന്നു. തുടർന്ന് ജൂബിലറിയൻ കൃതജ്ഞതാ ബലി അർപ്പിക്കും. പിന്നീട് പാരിഷ് ഹാളിൽ വികാരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുമോദന യോഗത്തിൽ പ്രമുഖ സാംസ്കാരിക ആധ്യാത്മിക നേതാക്കൾ പങ്കെടുക്കും. സുവിശേഷ പ്രഘോഷണം ജീവിതമാക്കിയ സന്യാസ ശ്രേഷ്ഠനാണ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC. പണ്ഡിതനായ സുവിശേഷ പ്രഘോഷകൻ, പ്രഗത്ഭനായ വാഗ്മി, മികച്ച സംഘാടകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VC പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ നിറവിലാണ്. തിരുമുടിക്കുന്നിൽ വെല്ലൂരാൻ ദേവസി റോസി ദമ്പതികളുടെ ഇളയ മകനായി 1949 ജനുവരി 4 ജനിച്ച അദ്ദേഹം വാലുങ്ങാമുറി HMLPS, തിരുമുടിക്കുന്ന് UPS, കൊരട്ടി MAM സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1964 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോസഫ് തെക്കിനിയത്തിന്റെ കാലത്ത് വൈദികനാകുവാൻ തീരുമാനിച്ച് വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ ചേർന്നു. ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം എന്നിവ ജീവിതവ്രതമാക്കിയെടുത്തുകൊണ്ട് സന്യാസ വൈദികനാകുവാൻ തീരുമാനിച്ച അദ്ദേഹം മംഗലപ്പുഴ, പൂന സെമിനാരികളിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. 1974 ഒക്ടോബറിൽ എറണാകുളം അങ്കമാലി സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിയുടെ കൈവെപ്പ് ശുശ്രൂഷയാൽ പൗരോഹിത്യം സ്വീകരിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ ശങ്കുരിക്കൽ ആയിരുന്നു അന്ന് ഇടവക വികാരി. പിന്നീട് റോമിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ ഡോക്ടറേറ്റ് നേടി. ഭാരതീയ ചിന്താധാരകളെ ക്രൈസ്തവ ദർശനങ്ങളിലൂടെ നോക്കിക്കണ്ടുകൊണ്ട് രൂപപ്പെടുത്തിയതായിരുന്നു അദ്ദേഹം സമർപ്പിച്ച തീസിസ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുമായി തീസിസ് വിഷയങ്ങൾ പങ്കുവച്ചപ്പോൾ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ VCയെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. കേരളത്തിൽ തിരിച്ചുവന്ന അദ്ദേഹം മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിലും വിദേശത്തുമുള്ള പ്രഗത്ഭരായ വൈദികർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായുണ്ട്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി സ്മാരകമായി മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്കായി മേലൂരിൽ ഒരു ആലയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാർത്താ മാധ്യമ രംഗത്തെ കുതിച്ചുചാട്ടത്തെ മുന്നിൽ കണ്ട് ഡിവൈൻ വിഷൻ എന്ന ദൃശ്യമാധ്യമം സ്ഥാപിക്കുകയും ക്രൈസ്തവ മൂല്യങ്ങളിലൂന്നിക്കൊണ്ട് പ്രോഗ്രാമുകൾ സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. ബഹുമുഖ പ്രതിഭയായ ഈ സന്യാസവര്യൻ്റെ മിഷണറി പ്രവർത്തനം വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ പ്രേഷിത ചൈതന്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു. തുടർച്ചയായി ഇന്ത്യയുടെ വിവിധ ഭാഗത്തും വിദേശത്തും വിവിധ രാജ്യങ്ങളിലും അദ്ദേഹം വചനപ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രീലങ്കയിൽ ധ്യാനകേന്ദ്രത്തിൻ്റെ പുതിയൊരു ശാഖയുടെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണിപ്പോൾ. സന്യാസ ജീവിതത്തിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന അദ്ദേഹം ജീവിതത്തിൽ 75 വർഷങ്ങൾ പിന്നിടുകയാണ്. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ ആക്രമിച്ചെന്ന കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി ബിബവ് കുമാർ. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ബിബവ് കോടതിയെ അറിയിച്ചു. അനധികൃതമായുള്ള അറസ്റ്റിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ബിബവ് ആവശ്യപ്പെട്ടു. മെയ് 27 ബിബവ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടന്നുവെന്ന് പറയുന്ന സംഭവങ്ങൾ സ്വാതി കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്തതായിരുന്നുവെന്നും ബിബവിന്റെ വാദം. സംഭവം നടന്നുവെന്ന് പറയുന്ന ദിവസം അവർ പരാതി നൽകിയില്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സ്വാതിക്ക് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും 3 ദിവസം കഴിഞ്ഞാണ് പരാതി നൽകിയതെന്നും മെയ് 27 ബിബവിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. മെയ് 13 കേജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടെന്നായിരുന്നു സ്വാതിയുടെ പരാതി.
കേജ്രിവാളിന്റെ ഡൈനിങ് റൂമിൽ ഇരുന്നപ്പോൾ വിഭവ് അവിടേക്കെത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വിഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ഇടുക്കി രൂപത അൾത്താര ബാലസംഗമം അവിസ്മരണീയമായി. ആദ്യമായാണ് രൂപതാ തലത്തിൽ അൾത്താര ബാലന്മാരെ ഒരുമിച്ച് ചേർക്കുന്നത്. രൂപത ചെറുപുഷ്പം മിഷൻ ലീഗിന്റെയും വൊക്കേഷൻ ബ്യൂറോയുടെയും നേതൃത്വത്തിലാണ് ബാലസംഗമം സംഘടിപ്പിച്ചത്. രൂപതയുടെ 6 കേന്ദ്രങ്ങളിലായി നടത്തിയ സംഗമത്തിൽ വിവിധ ഇടവകകളിൽ നിന്നായി 850-ലധികം അൾത്താര ബാലന്മാർ സംഗമിച്ചു. അടിമാലി, കരിമ്പൻ, മുരിക്കാശ്ശേരി, ആനച്ചാൽ, ഇരട്ടയാർ, വെള്ളയാംകുടി എന്നീ കേന്ദ്രങ്ങളിലായിരുന്നു അൾത്താര ബാലസംഗമം നടന്നത്. വൈദികരും വൈദിക വിദ്യാർത്ഥികളും സന്യസ്തരും അൽമായരും അടങ്ങുന്ന 50ഓളം വരുന്ന പരിശീലകർ വിവിധ കേന്ദ്രങ്ങളിലെ സംഗമങ്ങൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയിൽ തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ചും അവയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തി. ആരാധനക്രമ ശുശ്രൂഷകളിൽ തങ്ങൾ നടത്തുന്ന ശുശ്രൂഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന അവർ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് അവബോധം ഉളവാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം. അൾത്താര ബാലന്മാരുടെ ഇത്തരം സംഗമങ്ങൾ തുടർന്നും നടത്തുമെന്നും ഇത്തരം കൂട്ടിച്ചേരലുകൾ അവരെ സഭയോടും വിശ്വാസ കാര്യങ്ങളോടും ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുമെന്നും നല്ല ദൈവവിളികൾ വളർന്നു വരുവാൻ ഇത് ഇടയാക്കുമെന്നും ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. ക്ലാസുകളിലും പ്രവർത്തനങ്ങളിലും ആരാധനയിലും സജീവമായി പങ്കെടുത്ത് ഉത്സാഹത്തോടെയാണ് അൾത്താര ബാലന്മാർ തിരികെ മടങ്ങിയത്. ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര, വൊക്കേഷൻ ബ്യൂറോ ഡയറക്ടർ ഫാദർ അമൽ മണിമലക്കുന്നേൽ, മിഷൻ ലീഗ് രൂപത പ്രസിഡന്റ് സെസിൻ ജോസ്, സിസ്റ്റർ സ്റ്റാർലെറ്റ് CMC, ഫാദർ ജെയിംസ് കാവുങ്കൽ, ഫാദർ അമൽ തണോലിൽ, ഫാദർ ജോബി പുളിക്കക്കുന്നേൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ച് ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെതിരെ പ്രജ്ഞാനന്ദ നേടുന്ന ആദ്യ ജയമാണിത്. 3-ാം റൗണ്ടിലാണ് ജയം. ഇതോടെ പ്രജ്ഞാനന്ദ 9-ൽ 5.5 പോയിന്റ്സ് കരസ്ഥമാക്കി 1-ാമതെത്തി. തോൽവിയോടെ കാൾസൻ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരത്തിനെതിരെ പ്രജ്ഞാനന്ദ നേടുന്ന ആദ്യ ജയമാണിത്. മത്സരാർത്ഥികൾക്ക് നീക്കങ്ങൾ നടത്തുന്നതിന് കൂടുതൽ സമയം അനുവദിക്കുന്ന ഗെയിമുകളെയാണ് ക്ലാസിക്കൽ ചെസ് എന്ന് വിളിക്കുന്നത്. ക്ലാസിക്കൽ ചെസ്സിൽ ഇരുവരും മുൻപ് 3 തവണ നേർക്കുനേർ വന്നപ്പോഴും സമനിലയായിരുന്നു ഫലം. മത്സരത്തിൽ കൂടുതൽ സമയവും പിന്നിൽ നിന്ന് ശേഷമാണ് പ്രജ്ഞാനന്ദ ജയിച്ചു കയറിയത്. കഴിഞ്ഞ വർഷം ലോക ചാമ്പ്യൻഷിപ്പിൽ കാൾസനോട് ഏറ്റ തോൽവിക്കുള്ള തിരിച്ചടി കൂടിയാണിത്. ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെ തോൽപ്പിക്കുന്ന 4-ാമത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അതിനിടെ വനിതകളുടെ മത്സരത്തിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി ആർ വൈശാലിയും 5.5 പോയിന്റോടുകൂടി 1-ാമതെത്തി. അന്ന മുസിചുക്കിനെതിരെ സമനില പിടിച്ചതോടെയാണിത്. അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയോ കുറുവാനയാണ് പ്രജ്ഞാനന്ദയ്ക്ക് പിറകിൽ 2-ാം സ്ഥാനത്ത്. ചൈനയുടെ ലിങ് ലിറിനെ തോൽപ്പിച്ചാണ് കറുവാന സ്ഥാനം മെച്ചപ്പെടുത്തിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.